കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ കടുത്ത നിലപാടിൽ CPI. ഇത്തവണ പുതിയതായി വന്ന തലനാട് സീറ്റ് വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി VK സന്തോഷ് കുമാർ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി എല്ലാം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങളായി അതിന്റെ ചർച്ചകൾ നടന്നു വരിക. പൊതുസ്വതന്ത്രം എന്നുള്ള ഒരു ആശയങ്ങളൊക്കെ അത് പരിഹരിക്കാൻ പല ആശയങ്ങളും ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. അതല്ലാതെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു ചർച്ചയൊക്കെ നടന്നു. ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല, നമ്മളതിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോഴും നമുക്കൊരു സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് CPI നിൽക്കുന്നത്. അതിനകത്ത് ഒരു പൊതുവായ ഒരു താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്ത് അതിനകത്തൊരു തീരുമാനം VK സന്തോഷ് കുമാറിന്റെ ഒരു പ്രതികരണമാണ്. ഒരുപക്ഷെ ഈ സീറ്റ് ചർച്ചകൾ തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നു. അതിൽ CPIക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കൃത്യമായിട്ട് അവർ LDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സീറ്റ് ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ചർച്ചയാണ്. പെട്ടെന്ന് തീരും, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22 സീറ്റാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 9 സീറ്റ് CPM-നും 9 സീറ്റ് കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ 4 സീറ്റിൽ മാത്രമാണ് CPI മത്സരിച്ചത്. അതിൽ വിജയിച്ചതാകട്ടെ 4 സീറ്റിൽ മത്സരിച്ച CPI 3 സീറ്റിൽ വിജയിച്ചു. 9 സീറ്റിൽ മത്സരിച്ച CPM 6 സീറ്റിൽ വിജയിച്ചു. 9 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 5 സീറ്റിലുമാണ് വിജയിച്ചത്. ഇത്തവണ ഒരു സീറ്റ് കൂടി അധികമായി വന്നപ്പോൾ അത് വേണമെന്നൊരു ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചു. അത് അവരുടെ പ്രദേശത്താണ്, അവരുടെ ശക്തി കേന്ദ്രത്തിലാണെന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ CPIക്കാണ് അതിനുള്ള ഏറ്റവും കൂടുതൽ യോഗ്യത. കാരണം വിജയ ശതമാനം നോക്കുമ്പോഴും അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാ യോഗ്യതയും CPIക്കുണ്ടെന്ന് അവരും പറഞ്ഞു. ഈ ഒരു തർക്കമാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആരാണ് മുന്നണിയിലെ രണ്ടാമൻ എന്നുള്ള ഒരു തർക്കം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരള കോൺഗ്രസ് എമ്മിലും CPIയും തമ്മിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സീറ്റ് കൂടി കൊടുത്താൽ കേരള കോൺഗ്രസിന് 10 സീറ്റാകും. അപ്പോൾ തന്നെ അത് ഒരു കൂടുതൽ ശക്തിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് ആണെന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കും. അതുകൊണ്ടാണ് CPI ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്.